മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തുന്നതായി പരാതി ഉയരുന്നു. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കൊല്ലുമെന്ന് സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റെയ്ഹാനത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു എന്നതടക്കമുള്ള വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. കാപ്പന്റെ ജാമ്യം റദ്ദാക്കാനുള്ള ആസൂത്രണമാണ് ഇതിന് പിന്നിലെന്നാണ് ഭാര്യ റെയ്ഹാനത്ത് മീഡിയ വണ്ണിനോട് പ്രതികരിച്ചത്. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ റെയ്ഹാനത്ത് മലപ്പുറം എസ്.പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചെയ്ത തെറ്റെന്താണെന്ന് അറിയാതെ സിദ്ദിഖ് കാപ്പൻ എന്ന മാധ്യമപ്രവർത്തകൻ 2.5 വർഷമാണ് ജയിലിൽ കടക്കേണ്ടി വന്നത്. അദ്ദേഹം ജയിൽ മോചിതനായി വന്നതിന് ശേഷം സിദ്ദിഖ് കാപ്പന്റെ കുടുംബത്തെ കൂടി സോഷ്യൽ മീഡിയ വഴി വലിയ തോതിൽ അപകീർത്തിപ്പെടുത്തുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. ഇതിനെതിരെ സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റെയ്ഹാനത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറം എസ്.പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോ നടക്കുന്നത് എന്താണ്? നിങ്ങൾ ജയിലിൽ കഴിയുന്ന സമയത്ത് സിദ്ദിഖ് കാപ്പനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്കെതിരെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഈ 3-3.5 വർഷമായിട്ട് കാപ്പൻ ജയിലിലായ ശേഷം ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. മറുനാടൻ മലയാളി, കർമ്മ ന്യൂസ്, അതേപോലെ ഭാരത്. എനിക്ക് അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്തൊന്നും നമ്മളൊന്നും പ്രതികരിക്കാനോ ഒന്നിനും പോയിട്ടില്ല. അത് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് കാപ്പൻ ജയിലിൽ നിന്ന് വന്നിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അടുത്ത് ബന്ധുക്കൾ ഓരോരുത്തരാണ് എനിക്ക് അത് ഇട്ട് തന്നത്. ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ടല്ലോ, FB പോസ്റ്റിൽ എന്തോ ഇട്ടിട്ടുണ്ട്, യോഗി ആദിത്യനാഥിനെ കൊല്ലുന്നു പറഞ്ഞിട്ട് കർമ്മ ന്യൂസിൽ ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. എനിക്ക് ആ വീഡിയോ ഇട്ടെന്ന്. അപ്പൊ ഞാനത് കണ്ടിട്ട് ആകെ ഞെട്ടിധരിച്ചത് എന്താ ഇപ്പം. പിന്നെ അവരെ കുറിച്ച് എനിക്ക് ധാരണ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുള്ളൂ എന്നറിയാം. അപ്പം ഞാൻ എന്റെ FB പോസ്റ്റിൽ പോയിട്ട് നോക്കി എങ്ങനെ ഞാൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ, അവരാരെങ്കിലും എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അവസാനത്തെ പോസ്റ്റ് ഏതാന്ന് അതിൽ വ്യക്തമാണ്. അപ്പോൾ അതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കർമ്മ ന്യൂസിൽ വന്നിട്ടുള്ളത് ഫെബ്രുവരി മാസമാണ്. അപ്പോൾ അതിൽ 10-15 ദിവസമായി തോന്നുന്നുണ്ട് ആ വീഡിയോ വന്നിട്ട്, ഫസ്റ്റത്തെ വീഡിയോ. അപ്പോൾ അതിൽ പറയുന്ന ഒരു ഷാൻ മുഹമ്മദ് പാലക്കാട് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ വാളിൽ, എന്റെ FBയിൽ ടാഗ് 12 പേരെയും വേറെ 12 പേരെയും കൂടി ടാഗ് ചെയ്തിട്ട് യോഗി ആദിത്യനാഥിനെ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അവരെന്നെ അതിൽ പറയുന്നുണ്ട് ടാഗ് ചെയ്തതാണെന്ന് എനിക്ക് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഷാൻ മുഹമ്മദ് പാലക്കാടിനെ എനിക്കറിയില്ല. എന്റെ FB സുഹൃത്ത് എന്ന് പറയുമ്പോൾ 5000 ആളുകളുണ്ട്. അതൊക്കെ ആരാന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഈ ഒരു വ്യക്തി ഏതാന്ന് നോക്കിയിട്ട് മൂപ്പരെ വാളിൽ പോയിട്ട് ഞാൻ നോക്കി, മൂപ്പര് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ. അപ്പം ആ ആൾ അങ്ങനെ ഒരു ഒന്നും ഇതുവരെ ഞാൻ കുറെ മേലൊക്കെ നോക്കി, അങ്ങനെ ഒരു വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല. ഈ ഷാൻ മുഹമ്മദ് പാലക്കാട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല, നിങ്ങളെ ടാഗ് ചെയ്തിട്ടില്ല, എന്നെ ടാഗ് ചെയ്തിട്ടില്ല. അയാൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. പിന്നെ അയാൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം പറഞ്ഞ അയാൾക്കും ഭീഷണികളുണ്ട്, ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഇതുവരെ, അയാളും കേസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അയാൾ വിദേശത്താണെന്നും പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോ അവരെന്തോ ഞാൻ ആയിക്കോട്ടെ, ഷാൻ മുഹമ്മദ് പാലക്കാട് എന്നൊരാൾ എന്നെ ടാഗ് ചെയ്തോ, ഞാൻ എന്ത് വെച്ചോ. ഞാനും 12 ആളുകളെന്ന് പറഞ്ഞു. അപ്പൊ ആ 12 ആളുകൾക്കും ഇല്ലാത്ത പ്രശ്നമാണ് എനിക്ക് അവർ വെച്ചിട്ടുള്ളത്. എന്റെ FB വാളിൽ അങ്ങനെ ഒന്നും ഇല്ല, ഇതുവരെ ഇല്ല. പക്ഷെ അവര് ചാനലില് അത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അയാൾ ഇട്ടതും എന്നെ ടാഗ് ചെയ്ത പോലൊക്കെ അവര് വ്യാജമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ വാളിൽ പോകുമ്പോൾ ഇല്ല. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സിദ്ദിഖ് കാപ്പന്റെ ജാമ്യം കുറെ ഉപാധികളോട് കൂടിയിട്ടാണ്. സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ തന്നെ UP മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന് പറഞ്ഞതാണെന്ന് വരുത്തി തീർത്ത് ജാമ്യം റദ്ദാക്കാനുള്ള ഒരു നാടകമാണ് ഇപ്പൊ നടക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ ഒരു കാര്യമില്ലാതെ ഇതുവരെ ഞാൻ അങ്ങനെയുള്ള ഒരു വാക്കുകളോ പ്രവൃത്തികളോ എന്നൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിയമം വഴിയാണ്, കോടതി വഴിയാണ് ഇത്രയും കാലമായിട്ട് ഞാൻ പോയിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു സമയത്ത് ഇവര് എന്താണ് ഇത് മാത്രമല്ല, വീണ്ടും രണ്ടാമത് അവർ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഈ ഗ്യാൻവാപ്പി മസ്ജിദ് എന്നൊക്കെ പറഞ്ഞിട്ട് കാപ്പനി എന്നെയും കൂടിയും വെച്ചിട്ട് പിന്നെ കൊണ്ടുവരുന്നത് ഈ ഒരു കാര്യത്തിലേക്കാണ്, യോഗി ആദിത്യനാഥിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഏറ്റവും അതിലുള്ള കമന്റുകളാണ് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം അത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാനത് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന മാനസിക പ്രയാസങ്ങളുണ്ട്. അത്രയും കമന്റുകൾ മോശമാണ്. ഒരു സ്ത്രീനെ എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മുഴുവനും അവർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൊല്ലുക എന്നുള്ളത് ഈ 3-3.5 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്, എന്നെ കൊല്ലുക എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു സ്ത്രീയെ കുറിച്ചിട്ട് അത്രയും വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. പിന്നെ കുട്ടികൾ ഇത് കാണുകയാണ്, ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഇത് ഇനി എന്താണ് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞു വേങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ അവര് മറുപടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളെ ബന്ധുണ്ട്,
അപ്പോൾ അവരെ പറഞ്ഞയച്ചു പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതൊരു സിവിൽ കേസ്, അപ്പോൾ ഇത് കോടതി വഴി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഇത് ഇവിടെ ഇടാൻ ഒരു ചാൻസ് ഇല്ല, നിങ്ങൾ കോടതി വഴി പോകുന്നതാണ്. ഇപ്പൊ SP പരാതി കൊടുത്തിട്ടുണ്ട്, ഇന്ന് കൃത്യമായ ഒരു നടപടി ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കും അല്ലേ? ഉറപ്പായിട്ടും കോടതിയെ സമീപിക്കും. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു ഇതെന്നുള്ള നിലയിലാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ FIR ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. പക്ഷെ FIR ഇട്ടിട്ടില്ല. ഇനി SP പരാതി കൊടുത്തിട്ടുള്ള അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല, ഇന്നലെ ഒരുപാട് നേരം നിന്നിട്ടും പരാതി കൊടുത്തു പോന്നിട്ടുണ്ട്. അപ്പൊ അവര് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം നേടിയെടുത്തൊരു ഊർജം ഈ നിയമ പോരാട്ടത്തിനും സഹായിക്കും. ഇതിനേക്കാളും വലുതൊക്കെ കണ്ട് ഇനിയിപ്പോ നമുക്കൊന്നുമില്ല, വലുതൊക്കെ നമ്മള് ഇനി അതിലോളൊന്നുമില്ല എന്ന് തന്നെയാണ്. പക്ഷെ അവർ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു തരത്തിലേക്ക് ആക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ലാഭം എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണ്, എന്റെ ഹസ്ബൻഡാണ്. ആ കാര്യത്തിന് ഞാൻ നിയമം വഴി പോയി എന്നല്ലാതെ ഒന്നിനും ഞാൻ പോകുന്നില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നു, സത്യസന്ധമായിട്ട് പറയുന്നു. അതിന് ഇത്രയും കളവുകൾ, ഒരു സ്ത്രീയാണ് ആ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നത്. അവര് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനും ഒരു കളവ്, അവരും ഈ കളവിനാണല്ലോ കൂട്ടു നിൽക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു സ്ത്രീയാണ് എന്നൊരു സ്ത്രീയെ കുറിച്ച് പറയണെന്നുള്ളതും നല്ലതായിട്ട് സങ്കടമുണ്ട്. എന്തായാലും ഈ സിദ്ദീഖാപ്പന്റെ കുടുംബത്തെ കൂടി അപകീർത്തിപ്പെടുത്തുകയും ഇതുവഴി സിദ്ദീഖാപ്പനെ വീണ്ടും ജയിലിലാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇവർ സംശയിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.